പക്ഷേ 2026 ക്യാപ്റ്റൻ ആര് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആര് എന്ന തരത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ അതോ മുന്നണികളിൽ തന്നെ സമൂലമായ മാറ്റം ഉണ്ടാകും? എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് 2026? വളരെ സങ്കീർണമായ രീതിയിൽ കാര്യങ്ങളെല്ലാം നമ്മളുടെ മുന്നിൽ ഇങ്ങനെ അവതരിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടൊരു വാർത്ത എന്ന് പറയുന്നതിനിടയിൽ വിസ്മയത്തുമ്പത്തിലാണ് നമ്മളുടെ രാഷ്ട്രീയം എന്നാണ്. ആ വിസ്മയകരമായ വാർത്ത നിങ്ങൾക്ക് ഞാൻ തരും എന്നാണ് വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത്. പലരും അത് ഒക്കെ ശരിയാണ് എന്ന് കരുതി കാത്തിരിക്കുന്ന സമയത്താണ് ഈ മുന്നണി മാറ്റങ്ങളുടെ വാർത്തകൾ വരുന്നത്. ഒന്ന്, ആരാണ് CPI ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് UDF-ലേക്ക് കയറും എന്ന് പറയുന്ന ഒരു വാർത്ത ഉണ്ടായി. രണ്ടാമത്, ജോസ് കെ മാണി LDF ഉപേക്ഷിച്ച് UDF-ലേക്ക് കയറും എന്ന് പറയുന്ന വാർത്ത. ഈ വാർത്തക്കൊക്കെ അടിത്തറ എന്ന് പറയുന്നത് നിലമ്പൂരിലെ ഇലക്ഷൻ റിസൾട്ടാണ് എന്നാണ് പറയുന്നതും വാദിക്കുന്നതും അവതരിപ്പിക്കുന്നതും. പക്ഷേ അതൊക്കെ നമ്മൾ ഈ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ എത്തുന്ന സമയത്ത് അതൊക്കെ അങ്ങനെയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് വെറും ഒരു സഡൻ ബ്രേക്ക് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്ന ന്യൂസ് മാത്രമാണ്. യാഥാർത്ഥ്യം അതിലൊന്നുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുന്നണി മാറ്റത്തിനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് എന്നാണ് എനിക്ക് പൊതുവെ തോന്നുന്നത്. കാരണം LDF-ൻ്റെ ഭാഗത്ത് നിന്ന് ആരെയെങ്കിലും അടർത്തിയെടുക്കാനായിട്ട് UDF-ന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ കാരണം LDF-ന് ക്യാപ്റ്റനുണ്ട് കൃത്യമായിട്ട്, അത് പിണറായി വിജയനാണ്. നമ്മൾ പല കാര്യത്തിലും അദ്ദേഹത്തെ എതിർക്കുന്നു, പല അഭിപ്രായ വ്യത്യാസങ്ങൾ എനിക്ക് അദ്ദേഹത്തോട് വെച്ച് പുലർത്താൻ കഴിയുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം, നേതൃഗുണം എന്ന് പറയുന്നത് കൂടെ നിൽക്കുന്ന ആളുകളുടെ ഒപ്പം നിൽക്കുക എന്ന് പറയാം. അജിത് കുമാർ എന്ന് പറയുന്ന ഒരു ഭ്രാന്തനെ ഇപ്പോഴും പിണറായി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് പിണറായിയുടെ ഗ്രിപ്പ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ഒപ്പം നിന്നാൽ ചത്താലും അവനെ വിടില്ല, അവനെ രക്ഷിക്കും എന്ന ഫീൽ ഇയാൾ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. അത് CPIക്കും കിട്ടുന്നുണ്ട്, അതേപോലെ ജോസ് കെ മാണിക്കും കിട്ടുന്നുണ്ട്. കൂടെ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ കിട്ടും. ഒറ്റക്കൊരാളാണെങ്കിൽ അയാൾക്കും കിട്ടും എന്നുള്ളതാണ്. അത് പഴയ കാലം മുതൽ തന്നെ CPM പുലർത്തുന്ന ഒരു സവിശേഷമാണ്. പണ്ടത്തെ വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ ഒക്കെ കേട്ടല്ലേ, ആ വെല്ലിംഗ്ടണിനെ എന്തുമാത്രം സപ്പോർട്ടാണ് യഥാർത്ഥത്തിൽ CPM കൊടുത്തിരുന്നത്. പഴയ കഥയാണ്, നമ്മളിത് സംസാരിച്ചിട്ട് എല്ലാവർക്കും അറിയാൻ വേണ്ടാണ്. അപ്പോൾ എന്നും എക്കാലത്തും ഈ CPM എന്ന് പറയുന്ന പാർട്ടി അത്തരത്തിൽ ഒരു വിശ്വാസ്യതയുടെ ഒരു ഉറപ്പ്, അതായത് പാറ പോലെ ഉറച്ച ഒരു ഉറപ്പ് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പലരും പോകാത്തത്. പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നില്ല ഈ ഇലക്ഷനിൽ LDF തോറ്റു എന്നുള്ളൊരു ഫീൽ ഇപ്പോൾ പലർക്കുമില്ല എന്നുള്ളതാണ് കൂടെ നിൽക്കുന്നവർ. കാരണം എന്ന് വെച്ചാൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ റിസൾട്ട് അങ്ങനത്തെ ഒരു രീതിയിൽ പൊതുവേ ഇതിനെ മാറ്റിമറിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ LDF-ന് കിട്ടേണ്ട മുഴുവൻ വോട്ടുകളും LDF-ന് നേടിയെടുക്കാനായിട്ട് കഴിയും. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 29,000 വോട്ട് ഉണ്ടായിരുന്ന സ്ഥലം സത്യമൊകേരി മത്സരിച്ച് 29,000 വോട്ടാണ് അദ്ദേഹത്തിന്. ആ വോട്ട് 66,660 മാറ്റാനായിട്ട് അവർക്ക് കഴിഞ്ഞു, LDF-ന് കഴിഞ്ഞു. LDF അവിടെ അവരുടെ കോർ വോട്ടുകളെ വളരെ കൃത്യമായിട്ട് സ്വാംശീകരിച്ച് സുരക്ഷിതമാക്കി വെക്കുന്നു എന്നുള്ളതാണ്. ഇനി അതിൻ്റെ പുറത്താണ് മത്സരം വരുന്നത്. എന്നുവെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ അവരുടെ കോർ വോട്ടുകൾ അവർക്ക് കീപ്പപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ മത്സരിച്ച് ജയിക്കാനായിട്ടുള്ള ശേഷി അവർക്കുണ്ട് എന്നുള്ളൊരു ഫീൽ യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള ഘടകകക്ഷികൾ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. CPI-നോടൊക്കെ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു, എന്താ പറഞ്ഞത്, സ്വരാജിന് വ്യക്തിപരമായിട്ട് വോട്ട് നേടാൻ കഴിഞ്ഞില്ലെന്ന്. അതെ, അത് CPM സ്വരാജ് തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെയോ അല്ലെങ്കിൽ അവർ തമ്മിലൊരു കുശുമ്പിൻ്റെയോ ബാക്കി പത്രമാണ്. തൃപ്പൂണിത്തുറയിൽ സംഭവിച്ചാൽ തൃപ്പൂണിത്തുറയിൽ CPI എന്ന് പറയുന്നത് സ്വരാജിനെതിരായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ട്. അതെ, അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ് ഞാനിവിടെയും അതിനകത്ത് കാണുന്നത്. സ്വരാജിന് വ്യക്തിപരമായിട്ട് CPM-ൻ്റെയോ CPI-യുടെയോ സ്ഥാനാർത്ഥികൾക്ക് പലപ്പോഴും വോട്ട് ശേഖരിക്കാനായിട്ട് കഴിവുണ്ടാവില്ല. അവർക്ക് പാർട്ടി വോട്ട് മേടിക്കാനുള്ള കഴിവേ ഉണ്ടാവുള്ളൂ. കാരണം അവർ പാർട്ടിയുടെ പ്രതിനിധികളാണ്. ആ പാർട്ടിയുടെ എല്ലാ വോട്ടുകളും നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ കൊള്ളാവുന്നൊരു സ്ഥാനാർത്ഥിയാണ് എങ്കിൽ നമുക്ക് ആ സ്ഥാനാർത്ഥി അംഗീകരിക്കാവുന്ന. അതാണ് സ്വരാജിൻ്റെ സ്ഥിതി. സ്വരാജിന് CPM-ൻ്റെ ഒറ്റ വോട്ട് പോലും നഷ്ടപ്പെടുത്താതെ മുഴുവനും വാങ്ങാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്.
പുറത്തു നിന്നുള്ള വോട്ടുകൾ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ നേടാൻ കഴിയില്ല. എല്ലാ പാർട്ടിക്കാരുടെയും പൊതുസ്ഥിതി ഇതാണ്. പാർട്ടി വോട്ടുകളാണ് അവരുടെ രക്ഷക വോട്ടുകളായിട്ട് വരുന്നത്. പിന്നെ പൊതുവെ വരുന്നൊരു ട്രെൻഡാണ് ബാക്കിയുള്ള വോട്ടുകൾ എന്ത് ചെയ്യുന്നത്, ഇവരിലേക്ക് സിങ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെയാണ് LDF UDF എന്നുള്ള സംഭവത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഈ നിലമ്പൂർ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂട്രലൈസേഷൻ നടത്തിയിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരമാണ് കഴിഞ്ഞ എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലുണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പുകളിൽ അവരൊക്കെ നേടിയിരിക്കുന്ന ഭൂരിപക്ഷവും അവർ നേടിയിരിക്കുന്ന വോട്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 90,000 വോട്ട് വിജയിച്ച ഉമ്മൻചാണ്ടിയുടെ നിയമമണ്ഡലം പിന്നീട് 33,000-34,000 അത്ര വോട്ടിലേക്കാണ് അത് മാറിയത്. അത്ര മാറ്റമാണ് ശരിക്കും അതിനകത്ത് ഉണ്ടായത്. ഞാൻ പൊതുവെ ഇങ്ങനെ പഠിച്ച് പരിശോധിച്ച സമയത്ത് 27,000 വോട്ടിൻ്റെ ഭൂരിപക്ഷ വ്യതിയാനമാണ് ഈ പറയുന്ന എല്ലാ നിയോജകങ്ങളിലും ഉണ്ടായിരുന്നു. ഈ CPM അതിൻ്റെ സ്വന്തം സീറ്റ് നിലനിർത്തിയ സ്ഥലം 39,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് രാധാകൃഷ്ണൻ വിജയിച്ചിരുന്നത്. അത് 12,000 കുറഞ്ഞേ. അപ്പോൾ പൊതുവേ നമ്മൾ ഞാനെല്ലാം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഏതാണ്ട് 27,500 ഒരു ശരാശരി വോട്ട്, അത്രയും വോട്ട് ഭൂരിപക്ഷ ഇടിവ് യഥാർത്ഥത്തിൽ LDF ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പുകളാണ് മറ്റേ തിരഞ്ഞെടുപ്പുകളല്ല. അതെ, നിലമ്പൂരിൽ അതില്ലേ ശരിക്കും പറഞ്ഞാൽ. നിലമ്പൂരിൽ അങ്ങനെ ഇവർ 11,077 വോട്ടിന് ഭൂരിപക്ഷത്തിന് ജയിച്ചു എന്ന് പറയുന്ന സമയത്ത് ഇവർക്ക് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചു? UDFന് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 790 വോട്ട് കുറവാണ് കിട്ടിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് കിട്ടിയതിനേക്കാൾ LDFന് ഏതാണ്ട് 14,945 വോട്ട് ഏതാണ്ടും കുറഞ്ഞു. പക്ഷേ അത് LDFൻ്റെ വോട്ടല്ല. LDF അവിടെ ജയിക്കുന്ന എങ്ങനെയാണ്? ഈ അൻവർ എന്ന് പറയുന്ന ഒരുത്തനെ നിർത്തിയിട്ടാണ്. അൻവറിൻ്റേതായ കുറേ വോട്ട് പിടിക്കാനുള്ള ശേഷിയുണ്ടെന്ന് തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അൻവർ വന്നു ജയിച്ചു. അൻവർ പോയി, ആ വോട്ടുകൾ പോയി. അതേ സംഭവിച്ചിട്ടുള്ളൂ. ഇവർക്ക് കൂടി വന്നാൽ നിലമ്പൂർ നിയമമണ്ഡലത്തിൽ ഏതാണ്ട് എല്ലാവിധമായ ശേഷി ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുകയും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിഞ്ഞാലും മാക്സിമം കിട്ടാവുന്ന വോട്ട് ഒരു 70,000 വോട്ടാണ്. അതിൽ കൂടുതൽ വോട്ട് നിയമമണ്ഡലത്തിൽ ഇവർക്ക് കിട്ടാൻ സാധ്യതയില്ല. എന്നുവെച്ചാൽ ഇവർക്കൊരു കുറവ് എന്ന് പറയുന്നത് ഒരു 4,000 വോട്ടിൻ്റെ കുറവേ ഉള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ട് കുറവ് വരുത്താനായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ UDFന് കഴിഞ്ഞിട്ടുള്ളൂ. അതാണ് പ്രശ്നം. അതൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞത്. അൻവർ ഫാക്ടർ അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ പോലും ഇത് വെച്ച് നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 16 നിയോജകമണ്ഡലങ്ങളിലെ LDFൻ്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 5,000-ന് താഴെയാണ്. ആ 16 സീറ്റുകളും തോറ്റു ഇവർ. ഒരു തർക്കമില്ലാത്തൊരു കാര്യമാണ് ഈ ഒരു പൊസിഷൻ വെച്ച് നമ്മൾ പരിശോധിക്കും. പക്ഷെ ബാക്കി 51 നിയോജകമണ്ഡലങ്ങളുണ്ട്. അവിടെ LDFൻ്റെ ഭൂരിപക്ഷം 5,000-ന് മുകളിലാണ്. അവിടെ കോമ്പീറ്റൻറ്റ് പൊസിഷനിലേക്ക് LDFന് എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞു. മത്സരിക്കുകയാണ്. ജയിക്കും എന്ന് ഒരു ഉറപ്പും UDFന് പറയാൻ പറ്റാത്ത തരത്തിലേക്ക് മത്സരക്ഷമത സൃഷ്ടിച്ചു എന്നുള്ളത് നിലമ്പൂരിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ UDF ജയിക്കുമെന്ന് പറയാൻ പറ്റുന്നൊരു അന്തരീക്ഷം വന്നിട്ടില്ല. ഇത് നമ്മളിവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ ഘടകകക്ഷികളുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വാർ റൂമുകളിൽ അവർ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. അങ്ങനെ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോഴാണ് CPIക്ക് മനസ്സിലാവുന്നു ഇവിടെ അത്ര പരിക്കില്ല. ജോസ് കെ മാണിക്ക് മനസ്സിലാവുന്നു ഇവിടെ അത്ര പരിക്കില്ല. ഒന്ന് പിടിച്ചു നോക്കിയാൽ വീണ്ടും വരാവുന്നതോ കയറാവുന്നതോ അല്ലെങ്കിൽ തങ്ങളുടെ സീറ്റുകൾ നിലനിർത്താവുന്നതോ ആണ് എന്ന ഫീൽ അവർക്കുണ്ടാകുന്നു. ഈ ഫീൽ ഉണ്ടെങ്കിൽ പിന്നെ മുന്നണി മാറ്റത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള സാധ്യത കുറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായിരിക്കും സാധ്യത. അതാണ് പ്രശ്നം.